കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. 2-3 മൂക്കൂരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. വേറെ പ്രശ്നമൊന്നുമില്ല. മണക്കുഴിയൊക്കെ ഉണ്ടല്ലോ. കൊള്ളൂല്. മുടി വെട്ടിയപ്പോ പിന്നെ ചെറുതായിട്ട് എന്തോ മാറ്റങ്ങൾ സംഭവിച്ചെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. വെറുതെ കോൺഫിഡൻസ് കളയാൻ വേണ്ടി ഓരോരുത്തർ. എന്തായാലും അവളെക്കാട്ടിയും കൊള്ളാം ഞാൻ. എന്തോ എങ്ങനെ നീ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, നിന്നെ കാട്ടിയും കൊള്ളാം എന്നെ കാണാനൊന്നും. അതങ്ങ് നീ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടാ. ഈ വീട്ടില് സൗന്ദര്യം ആർക്കാണ് കൂടുതൽ ഏത് പൊട്ടനോ അറിയാം. ഓഹോ, അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്നെ കാട്ടി നിന്നെ കാണാൻ കൊള്ളാന്നാണ് അല്ലേ? സംശയം എന്ത്? ഇവിടെ നോക്കും, ഞാൻ ആ ഫോട്ടോസ് വെച്ചേക്കുന്നത് എന്തിനാന്ന് നിനക്ക്? ഇല്ല ഇല്ല ഇല്ല, നിനക്ക് എന്താ അറിയാം? ഇതാരാണെന്നെങ്കിലും നിനക്കറിയോ? ഓ, ഇതാണ് മേരിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഞാൻ എന്റെ റൂമിൽ വെച്ചിരിക്കുന്നത് എനിക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. വളരെ നല്ല കാര്യം. അവിടെ ആ കൈ കണ്ടോ, എന്ത് ഉരുക്ക് പോലെയാണ് ഇരിക്കുന്നത്. നിന്നെ പോലെ കൊഴുപ്പ് നിറഞ്ഞ കൈയല്ല. എടി, നിനക്ക് എങ്ങനെയാടി ഇങ്ങനെ പറയാൻ തോന്നുന്നത്? എടി, നമ്മൾ താമസിക്കുന്നത് കേരളത്തിലാണ്. നമ്മൾ താമസിക്കുന്നത് കേരളത്തില. നീ പറയുന്നത് വെച്ച് വല്ല ജപ്പാനിലോ കൊറിയയിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചു തരായിരുന്നു. ജപ്പാനിലോ കൊറിയയിലോ? മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കി തരാം. എടി, നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീവിദ്യ, ജയഭാരതി, കാവ്യ മാധവൻ, അറിയോ ഇവരെയൊക്കെ? അയ്യോ, അറിഞ്ഞൂടാ. തോന്നിയായിരുന്നു. എടി, ഇവരെ പോലെയുള്ളവര് നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സ് കവർന്ന നാടാണ് കേരളം. നമ്മുടെ കേരളത്തില് അവിടുത്തെ ആൾക്കാരുടെ സൗന്ദര്യ സങ്കല്പത്തില് നിന്നെ പോലത്തെ ഒടിഞ്ഞു കുത്തി വളഞ്ഞൊരുമാതിരി വവ്വാല് കണക്കിരിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. ഇങ്ങോട്ടോക്ക്, എന്നെ പോലെ നല്ല ഓജസ്സും തേജസ്സും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഉള്ളത്. മനസ്സിലായോ? ഓഹോ, മനസ്സിലായി. നീ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ്. അതെ. പക്ഷെ രൂപത്തിൽ നല്ല അന്തരമുണ്ട്. അത് പിന്നെ നമ്മുടെ കുടുംബക്കാർക്കും ഒക്കെ അറിയാം. പിന്നെ ഒന്നും പറയാത്തതാണെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണോ? എന്നാ പിന്നെ അത് ചോദിക്കണമല്ലോ. നീ കുറെ നേരമായല്ലോ ചോദിക്കണം. നീ ഇതുവരെ ചോദിക്കാൻ സമയം കിട്ടിയില്ലേ? ഇല്ല. ചോടാ, നോടിപ്പോയി ചോദിക്ക്. ശരിയേ. പിന്നെ ഒരു സത്യം പറയുമ്പം മനസ്സ് അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പാകപ്പെടുത്തണം കേട്ടോ. പാകപ്പെടുത്താം. ശരി. രമചിറ്റയുടെ കാര്യം പറഞ്ഞപ്പോഴേ, അന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ചിറ്റയുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ അമ്പലത്തിൽ പോയ ഓർമ്മയുണ്ട? ഉത്സവത്തിന് മറക്കാൻ പറ്റുമോ? അന്നേ ഒരു ചെറുക്കം വന്നിട്ട് നിന്നെ പെണ്ണാലോചിച്ചത് എന്റെ അടുത്ത്. ഞാൻ ആലോചിക്കുന്നു, എന്നാലും അയാൾ നിങ്ങളെ തന്നെ കറക്റ്റ് കണ്ടുപിടിച്ചു എന്നെ തന്നെ പെണ്ണാലോചിച്ചല്ലോ. അല്ല, അത് ആ ചെറുക്കനെ കുറ്റം പറയാൻ പറ്റൂല. നീ അന്ന് ഇത്ര നല്ലായിരുന്നു, കൊച്ചു പെണ്ണായിരുന്നത്, സുന്ദരിയൊക്കെ ആയിരുന്നു. പറയാത്തിന് മടിയെന്തോന്നു പറ, കൃത്യമായിട്ട് പറ. മടിയൊന്നുമല്ല. പിന്നെ വേറെ കാര്യം, അവൻ വിചാരിച്ചു കാണും ഞാൻ നിന്റെ ആങ്ങളെയാണെന്ന്. അതാണ് സംഭവം. പക്ഷെ അവനെ ഞാൻ ഒന്ന് പേടിപ്പിച്ചാ വിട്ടാ, കണ്ണുരുട്ടിയപ്പോ അവൻ രണ്ടുപോയി. എങ്ങനെ? ഞാൻ ഇങ്ങനെ മീശയൊക്കെ ചുരുട്ടി ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കി. പേടിച്ചല്ലേ പോയത്. ഇങ്ങനെ നോക്കിയാ ആരായാലും പേടിക്കും കേട്ടോ. കറക്റ്റ് ആയിട്ട്. പിന്നെ ശരിക്കും പേടിക്കും. ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ സംഭവം? എന്തോന്ന് ഇത് 24 മണിക്കൂർ ഇങ്ങനെ തന്നെ സംസാരിച്ചോണ്ടിരിക്കല്? ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് വായൊന്നും വേദനിക്കണില്ല? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. വായൊന്നും വേദനിക്കില്ല. ഞങ്ങള് വഴക്കൂടിക്കൊണ്ടിരിക്കാം. അപ്പോഴോ? അല്ല, അച്ഛൻ പറയുന്ന കേട്ടാ തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടാറേ ഇല്ലാന്ന്. എന്തോന്നടി നിന്റെ കാര്യം? എന്ത്? നീ കാര്യം പറ, നിന്റെ പ്രശ്നം എന്താണെന്ന് അതാദ്യം കേക്കട്ടെ. അങ്ങനെ ചോദിക്കും. എനിക്കൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളടുത്ത് ചോദിക്കാനുണ്ട്. വന്നു എന്തോ പ്രധാനപ്പെട്ട വിഷയം? പിന്നെ കാശിന്റെ കാര്യമാണെങ്കിൽ 10 പൈസ തരില്ല, എന്റെ ഇല്ല, ചോദിക്കണ്ട. അതിപ്പോ ഉണ്ടെങ്കിലും തരൂലല്ലോ. അതല്ല കാര്യം പറ പിള്ളേരെ. കാര്യം ഞാൻ പറയാം. ഞാനിവിടെ ഇരിപ്പുണ്ട്. എനിക്കറിയാൻ പറയാം. ഞാൻ പറയാം. റാപ്പിഡ് ക്വസ്റ്റ്യൻ ആണ്. റാപ്പിഡ് ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ഉത്തരം തരണം. എന്നാ പറ. ഞാനാണോ ചേച്ചിയാണോ സുന്ദരി? സംശയം എന്താ? ഞാൻ നിന്റെ അടുത്തല്ല ചോദിച്ചത്. മണി,
ഞാൻ ഇപ്പഴാ ഓർത്ത് രാംകുമാർ സാറ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഒന്ന് സാറെ വിളിക്കട്ടെ. ഞാൻ ചോദിച്ചതിന് ഉത്തരം. ഹലോ അച്ഛാ സാറേ, രവിയാണ്. പറ. ഞാനാ ചേച്ചി സുന്ദരി. അല്ല, എനിക്കും വിളിക്കണം. ആരേ രാംകുമാർ സാറിനെ? രാംകുമാർ സാറല്ല, ചേട്ടനെ, മണിക്കൂട്ടി ചേട്ടനെ. ഞാൻ പോയിട്ട് വരാവേ. അല്ല ഞാൻ ശ്ശേ. അമ്മ പറഞ്ഞിട്ട് പോവാ. ഡി അവര് മുങ്ങിയതാണ്, നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആ. എടി സത്യം തുറന്നു പറഞ്ഞാൽ നിനക്ക് വിഷമാവൂന്ന് വിചാരിച്ചിട്ടാ അവര് മുങ്ങിയത്. ആഹാ, എന്നാ അത് അറിഞ്ഞിട്ടല്ല കാര്യം. ആ. അമ്മ, അച്ഛ ചോദിച്ചിട്ടുള്ള കാര്യം. ഓ ഓടിച്ചെല്ല്. എന്നിട്ടേ അമ്മയും അച്ഛനും സത്യം പറയുമ്പം കിടന്നിരുന്ന് മോങ്ങരുത്. ഇല്ല.